ഹലോ ബട്ടർഫ്ലൈസ്, ഇറ്റ്സ് മീ. ഒരു കുഞ്ഞു അതൊക്കെ സുഖമല്ല. എനിക്ക് സുഖമാണ്. എനിക്ക് സ്കൂൾ തുറന്നുകൊണ്ടാണ് എനിക്ക് അങ്ങനെ അത്ര ബിസിയായി പോയതുകൊണ്ടാണ് ഞാൻ വൺ ഷോട്ട് നീട്ടി പോയത്. ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കയറി സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുമല്ലോ, എനിക്കതിനുള്ള ക്ലിപ്സും വീഡിയോസും ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ കയറി സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വരൂ നമുക്ക് വീട്ടിലോട്ട് പോകാം. എന്നതാ കല്ലു? നോക്ക്, നിങ്ങളുടെ പുന്നാര മോള് ചെയ്ത് വെച്ചേക്കുന്നത്. അവൾ എന്ത് ചെയ്തെന്നാ? അവള് എക്സാമിന് ഇത്തവണയും മാർക്ക് കുറച്ചാ വാങ്ങിയത്. അവൾ എത്രയാ വാങ്ങിയത്? 80-50. എന്റെ കല്ലു, അവൾ അത്രയെങ്കിലും വാങ്ങിയില്ലേ? നീ ഇങ്ങനെ ചൂടാകാതെ. അത് തന്നെ പറഞ്ഞു കൊടുക്ക് പാപ്പ. ചുമ്മാ കിടന്ന് വഴക്ക് പറയുക. 30 മാർക്ക് പോയെന്നും വെച്ച് എന്തിനാ എന്നെ ഇങ്ങനെ ചീത്ത വിളിക്കുന്നേ? നിന്നെ ചീത്ത പറയുകയല്ല, 2 തരുവാ വേണ്ടേ. കല്ലു, മോളെ തലർന്ന് നീ നോക്കണ്ട. നിങ്ങളാ മനുഷ്യ ഇവളെ ഇങ്ങനെ വഷളാക്കിയിരിക്കുന്നേ. ഞാൻ അതിന് എന്ത് ചെയ്തേ? ഞാൻ അവളെ തലരുതെന്നല്ലേ പറഞ്ഞോളൂ. എന്നോട് ഇനി സംസാരിക്കാൻ വരണ്ട. മോൾ എന്ത് കാണിച്ചാലും അങ്ങ് സപ്പോർട്ട് ചെയ്ത് നിന്നോ താനങ്ങോട്ട്. ഞാൻ പോണു. നീ ഇത് എവിടെ പോകുവാ? എവിടെയെങ്കിലും. പാപ്പ, ഈ അമ്മ എവിടെ നിന്ന് കിട്ടി? എന്തൊരു ദേഷ്യ! നിങ്ങൾ ശരിക്കും പ്രേമിച്ചാണോ കെട്ടിയത്? പ്രേമിച്ച് കെട്ടിയതൊന്നുമല്ല. പിന്നെ അറേഞ്ച് മാരേജ് ആയിരുന്നോ? അറേഞ്ച് മാരേജും അല്ല. പിന്നെ നിങ്ങൾ എങ്ങനെയാ കല്യാണം കഴിച്ചേ? അത് വലിയൊരു കഥയാ. എന്നാ ആ കഥ ഒന്ന് പറഞ്ഞു തരാവോ? അതിനെന്താ, പറഞ്ഞു തരാമല്ലോ. ഒരു 17 വർഷം മുമ്പ്, അതായത് നീ ജനിക്കും മുമ്പ്, ഹോസ്പിറ്റലിൽ എമർജൻസി കേസ്. രാത്രി 2 മണിക്ക് എനിക്ക് ഗൺ ഷൂട്ട്. നെഞ്ചിന്റെ സൈഡിൽ ബ്ലഡ് നന്നായി പോകുന്നുണ്ടായിരുന്നു. ജോജി എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു നിന്റെ അമ്മ. അവൾ നേഴ്സിംഗ് സെക്കൻഡ് ഇയർ സ്റ്റുഡന്റ് ആയിരുന്നു. ഓ മൈ ഗോഡ്, പേഷ്യന്റ്. അയ്യോ, ബ്ലഡ് പോകുന്നുണ്ടല്ലോ. ഡോക്ടർ വരുന്നവരെ ഞാൻ എങ്ങനെയാ? ബാൻഡേജ് എടുത്തു, പ്രഷർ കൊടുത്തു. ജോർജ് കണ്ണ് തുറന്നു, കല്യാണിയെ കണ്ടു. ബ്ലഡ് ഉണ്ടായിട്ടും ചിരിച്ചു. റിയൽ ഏഞ്ചൽ, ഏഞ്ചൽ, റിയലി ഐ എം ഫൈനലി. സാർ, ടോക്ക് ചെയ്യണ്ട. യു ആർ ലൂസിങ് എ ബ്ലഡ്. യു നീഡ് എ സ്റ്റിച്ച്. മാഡം, പ്ലീസ് സേവ് മൈ ബ്രദർ. മണി ഈസ് നോട്ട് ഇഷ്യൂ. കല്യാണി ട്രീറ്റ് ചെയ്തു. രാത്രി മുഴുവൻ ഭയമില്ല, കെയർ മാത്രം. മോർണിംഗ് ജോർജ് എഴുന്നേറ്റു. Name, tell me your name, Angel. You save the devil. My name is Kalyani and you are not a devil, sir. You are just a heart. Every day a heart. Kalyani, from today you are mine. I don't ask telling because I'm mafia, but for you I will back. Please me mine. കല്യാണം ഒരാഴ്ച കഴിഞ്ഞ് നടന്നു. രജിസ്റ്റർ പ്ലസ് ചർച്ചിൽ. Kalyu, I promise every morning you will sleep in my arms. Every hour I will love you. 6 മണി. ജോർജ് എഴുന്നേറ്റു. കല്യാണി ഉറങ്ങുന്നു. ജോർജ് നെറ്റിയിലൊരു ഉമ്മ കൊടുത്തു. Good morning, my queen. Tell me, wake up, my angel. പ്ലീസ് കുറച്ച് നേരം കൂടി കിടന്ന് ഉറങ്ങട്ടെ. No, I missed you all night. Every in your four in my arms. Now open your eyes. Tell me, see you, my angel. വൈകിട്ട് 6 മണി. കല്യാണി വീട്ടിൽ വരും. വീട്ടിൽ ഫുൾ റെഡ് റോസ്. ജോർജിന്റെ കയ്യിൽ റോസാപ്പൂ.
Welcome home, Mrs. George. How are you today? Any boys talking to you? Tell me, I will break his leg. Just kidding. No, I am not. Ichaya, no one. I only talking to girls and professors. These are old. Good, because your smell is mine. Your talk is mine. You are only mine. രാത്രി 12 മണി. കല്യാണി ഉറക്കം. ജോർജ് ഉറങ്ങാതെ കല്യാണിയെ തന്നെ നോക്കുന്നു. Sleeping Beauty, even in sleep, you make my heart beat fast. I'm not faking, but I am safe to you, only you. Love you. Good. Ichaya, എന്നതാ ദേവൂട്ടി? അത് ഇച്ചായ, എന്താ കാര്യം പറ. ഇച്ചായ, ഞാൻ പ്രഗ്നന്റ് ആണ്. ഓ, എന്താ ശരിക്കും? ഓ മൈ ഗാഡ്. ഈ ചായനോട് പറയണം. അല്ല ഇച്ചായ, നമ്മുടെ കല്യാണം കഴിഞ്ഞില്ലല്ലോ. അതിനിപ്പോ എന്താ? ഈ ചായനോട് പറഞ്ഞ നമ്മുടെ കല്യാണം ഉടനെ തന്നെ നടത്തി തരും. ആ ഓക്കെ. നീ പറ, നിനക്ക് എന്തെങ്കിലും തിന്നാൻ വേണോ? ഞാൻ മേടിച്ചു തരാം. എനിക്ക് ഐസ്ക്രീം വേണം. ഓക്കെ വാ, നിനക്ക് വാങ്ങി തരാം. ഇച്ചായ, എന്നതാടാ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറ നീ. അത് ഇച്ചായ, ഞാൻ ഒരു അപ്പനാകാൻ പോകുക. ഓ, കൺഗ്രാറ്റ്സ്. ഇച്ചായ, എന്നതാടാ? ഇച്ചായ, ഞാൻ സീരിയസ് ആയി പറഞ്ഞതാ. ഞാനും സീരിയസ് ആയി കൺഗ്രാറ്റ്സ് പറഞ്ഞതാ. എനിക്കിത് നേരത്തെ അറിയാമായിരുന്നു. പക്ഷെ എന്തായാലും ഇത് ഇത്തിരി വൈകിപ്പോയി. എന്തായാലും കുഴപ്പമില്ല, കൺഗ്രാറ്റ്സ്. ഈ വരുന്ന 20-ാം തീയതി തന്നെ നിങ്ങളുടെ കല്യാണം നടത്തും. ഓ, എന്റെ ചായ മുത്താണ്. ധീര ധീര സൂരർക്കെല്ലാം ഏற்று போகும் உன்னை கண்டால் உன்னை போலில்லை ஒருவன் மண்ணிலே. நாடு வீடு காடு எல்லாம் நான் கடந்து போனால் கூட தொடரும் உந்தன் நினைவோ நெஞ்சிலே. உயிரென்று உன்னை நானே ஒரு நாளும் சொல்ல மாட்டேன். உயிரென்றால் என்றோ ஓர் நாள் பிரிவாயே. ஒரு போதும் உன்னை நானும் விடமாட்டேன். தோத்து போக ஜெயிப்போமே நாம இந்த புவி மேலே. Finally, my brother is married. Welcome our family. ദേവ ചേച്ചി, we are sisters now. I'm so happy. മോൻ ഉറങ്ങിയോ? അവൻ എപ്പോഴേ ഉറങ്ങി. എന്നാൽ വാ, നമുക്ക് കിടക്കാം. ഹായ് ചായ. എന്താണ് മിസ്സസ് ജോർജ് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? ഒന്നുമില്ല എന്താ കല്ലു, നിന്റെ മുഖം ഒരുമാതിരി ഇരിക്കുന്നേ? വാട്ട് ഹാപ്പൻഡ്? ഈ ചായ, അത് 2 ദിവസമായി വോമിറ്റിങ്ങും തലകറക്കോ. ഞാൻ ചെക്ക് ചെയ്തപ്പോ 3 months ആയി. എന്ത്? ഈ ചായ, നമ്മൾ പേരൻസ് ആകാൻ പോകുക. എന്താ ശരിക്കും? ഓ മൈ ഗോഡ്, ഐ ആം സോ ഹാപ്പി. കൺഗ്രാറ്റ്സ് ചായ. താങ്ക് യു ഇടമുത്തേ. കൺഗ്രാറ്റ്സ് കല്ലു മോളെ. താങ്ക് യു ചേച്ചി. ചെലവ് വേണം, അതിനെന്താ, തരാലോ. നൈറ്റ് നമുക്ക് പുറത്ത് നിന്ന് ഫുഡ് കഴിക്കാൻ പോകാം. ഓക്കെ. ഇന്ന് നമുക്ക് ഇമ്പോർട്ടൻ്റ് മീറ്റിംഗ് ഉണ്ട്, അത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് പോകാം. ആ ഓക്കെ ചായ. കല്ലൂസേ, റെഡിയായോ? ആ ഞാൻ റെഡിയായി. അവരിപ്പോ ഇനി എത്തും. ആ ഓക്കെ. അല്ല കല്ലു, ഞാൻ ചോദിക്കാൻ മറന്നു. എന്താ ചേച്ചി, അത് ജോർജ് ചായനെ കല്യാണം കഴിക്കാൻ എന്താ കാരണം? ഇച്ചായന് നല്ലൊരു മനസ്സുണ്ട്. എന്നെ പൊന്നുപോലെ നോക്കുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ഇച്ചായൻ മാഫിയാണെങ്കിലും നല്ലവരെ ഉപദ്രവിച്ചിട്ടില്ല. വാവ്, നീ ഇത്രയും മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് ജോർജ് ചായനെ. അതെ. ഇച്ചായ, ഇറങ്ങാം. ആടാ, ഇതിപ്പോ ആരാ? ആ, ദേവു. ഹലോ ദേവു. ദേവു അല്ല, ജോജി. ഇതാരാ? ദേവു എവിടെ? ദേവിക ഇവിടെ തന്നെയുണ്ട്, കൂടെ കല്യാണിയും. എന്താ, താൻ ആരാ? എന്താ വേണ്ടത്?
എനിക്ക് എന്താ വേണ്ടത് എന്ന് നിന്റെ ബ്രദറിന് നന്നായി അറിയാം. ആരാ ജോജി? ആ ഫോൺ നിന്റെ ബ്രദറിന്റെ കയ്യിൽ കൊടുക്ക്. ഹലോ ഹലോ മിസ്റ്റർ ജോർജ് അബ്രഹാം ഡേവിഡ്. അപ്പൊ എന്നെ ഓർമ്മയുണ്ട്. നിനക്ക് എന്താ വേണ്ടത്? നിന്റെ ജീവൻ. ഓ, അത് നിന്നെ കൊണ്ട് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കടാ നീ. ഓ, ഞാനത് എപ്പോഴേ എടുത്തു. നിന്റെ ജീവൻ കല്യാണിയല്ലേ? എന്താ കല്ലു? ഡാ, എന്റെ കല്ലുവിന് എന്തെങ്കിലും പറ്റിയോണ്ടല്ലോ. ഓ, അവളുടെ എത്രയും സ്നേഹമുണ്ടോ നിനക്ക്? അപ്പോൾ ഇവിടെ അങ്ങ് കൊന്നേക്കാം, കൂടെ നിന്റെ അനിയന്റെ പെണ്ണിനെയും. ഡേവിഡ്, അവരെ ഒന്നും ചെയ്യരുത് പ്ലീസ്. നീ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാം. ഓ റിയലി? എന്നാ ഞാൻ പറയുന്ന സ്ഥലത്ത് നീ എത്തണം. ഞാൻ വരാം. ഡേവിഡ് ജോർജിൻ്റെ അടുത്ത് ഇന്ന സ്ഥലത്ത് വരാൻ പറയുന്നു. കുറച്ച് കഴിഞ്ഞ ശേഷം ജോർജ് ഡേവിഡ് പറഞ്ഞ സ്ഥലത്ത് എത്തി. ഡേവിഡ്, ഓ എത്തിയോ? നീ ഇത്ര പെട്ടെന്ന് എത്തിയോ? ഇത്രയും സ്നേഹമുണ്ടോ ഭാര്യയോട്? ഹൗ സ്വീറ്റ്. ഡേവിഡ്, വേർ ഇസ് മൈ വൈഫ് ആൻഡ് ദേവിക? അവരൊക്കെ ജോർജിനെ കാണാം, പക്ഷെ അതിനു മുമ്പ് എങ്ങനെയാ നമ്മുടെ കാര്യം? പഴയ കണക്കങ്ങ് തീർക്കല്ലേ? അവിടെ അടിയായി. അവശനായ ജോർജിനെ നോക്കി ഡേവിഡ് പറഞ്ഞു, ആദ്യമായി ഇത് ഡെവിൾ ഓഫ് മാഫിയ കിങ് അടി വാങ്ങി തളർന്നു കിടക്കുന്നത് കാണുന്നത്. ഡേവിഡ്, വേർ ഇസ് മൈ വൈഫ്? ഓക്കെ, ഞാൻ ഇനി നിന്റെ പെണ്ണിനെ കാണിക്കാം. കല്യാണി ഒരു റൂമിൽ നിന്നും ഇറങ്ങി വന്നു. ജോർജിനെ കണ്ടതും കല്യാണി അങ്ങോട്ട് ഓടിച്ചെന്നു. ഇച്ചായ. കലു, അറിയോ? ഓക്കെ, നിനക്കൊരു കുഴപ്പമില്ലല്ലോ അല്ലേ? ഇല്ല ഇച്ചായ. എവിടെ ദേവിക? അവൾ ആ മുറിയിലുണ്ട്. ആ ഡാ, തീർക്ക അവരെ അവന്റെ പെണ്ണിനെയും. ഡേവിഡിന്റെ ആളുകൾ മുന്നോട്ട് വന്നു. പെട്ടെന്ന് അവിടെ മുഴുവൻ പുക, വെടിവെക്കുന്ന ശബ്ദങ്ങൾ. ജോർജിന്റെ ബോധം പോയി. കുറച്ച് കഴിഞ്ഞ ശേഷം ജോർജിന് ബോധം വന്നു. അവൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഹോസ്പിറ്റലായിരുന്നു. അടുത്ത് കല്യാണി, ദേവിക, പിന്നെ ജോജി ഇരിപ്പുണ്ടായിരുന്നു. ഇച്ചായ. കല്ലു, ഓ, എന്തോന്നാ ഇത്? വാട്ട് എ സ്റ്റോറി. അല്ല പപ്പ, ആ ഡേവിഡിന് എന്ത് പറ്റി? ആ ഡേവിഡിനെ ഞാൻ അങ്ങ് കൊന്നു. ഓ ശരിക്കും? എന്നിട്ട് നിങ്ങൾ എന്താ മാഫിയ വിട്ടേ? അത് ഞങ്ങൾക്ക് വേണ്ടി. ഓ, അല്ല ഇച്ചാൻ എവിടെ? പുറത്ത് നിൽപ്പുണ്ട്. ചേച്ചി വന്നോ? വാ, നമുക്ക് അടുക്കളയിലോട്ട് പോകാം. ആ അതാ വരുന്നു. എല്ലാം തോർന്ന് പറഞ്ഞല്ലേ ചായ. മോളോടല്ലേടാ പറയാൻ പറ്റൂ. അവൾ ചോദിച്ചു, ഞാൻ പറഞ്ഞു. എന്നിട്ട് മാഫിയ വിട്ട കാര്യം നീ എന്തിനാ ചോദിച്ചു പറഞ്ഞു? ദേവിയെ നിന്നത് ചെയ്യാൻ കണ്ടില്ലേ? അവളുടെ മുമ്പിൽ എനിക്ക് പറയാൻ പറ്റുമോ നമ്മൾ മാഫിയ വിട്ടിട്ടില്ല എന്ന്? ആ അത് ശരിയാ. ആ ഓ പെണ്ണെ, കൊല്ലല്ലേ എന്നെ. ഐ റിയലി മിസ് യു. ഈ 2 ആഴ്ച ചാനില്ലാത്തത് കൊണ്ട് ഒരു സുഖമല്ലായിരുന്നു. ഞാൻ എൻ്റെ പെണ്ണിനെ വല്ലാതെ മിസ് ചെയ്തു. വാ, നമുക്ക് അകത്ത് പോകാം. ആ ഓക്കെ. மனசுக்குள்ள தங்கம் செல்லும் வெல்லம் கொஞ்சம் என்ன கவுத்து புட்ட மெல்ல சாச்சு புட்ட தங்கம் செல்லம் வெல்லம் ஐயோ என்ன தவிக்க விட்ட நெஞ்ச துடிக்க விட்ட யாரோ நீ யாரோ உன் பேர சொல்லிடத்தானே கிட்டத்தட்ட கொன்னு புட்ட